Good morning, all. Good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട സീന മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, സ്റ്റുഡന്റ് പാരന്റ് കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാലേ മാം? ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. Good morning. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? യെസ്. താങ്ക് യു വെരി മച്ച്. വീണ്ടും നമ്മള് നല്ലൊരു ദിവസത്തിലേക്ക് കടന്നു വരികയാണ് അല്ലേ? വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ആവട്ടെ എല്ലാവർക്കും എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വിംബിൾ അക്കാഡമിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു സ്നേഹവും നന്ദിയും എല്ലാം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഫൈസൽ സാറിനോടും ഇതിന്റെ ഏറ്റവും അമരക്കാരനായ ഫൈസൽ സാറിനോട് തീർത്താ തീരാത്ത കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്തിനെ കുറിച്ചാണ്? എന്തായിരുന്നു എന്റെ ടോപ്പിക്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല അല്ലെ? കണ്ടിട്ടുണ്ടോ? എന്തായിരുന്നു അതില്? കണ്ടിട്ടില്ല. ഓക്കെ. അതായത് നിശബ്ദമായ ഒരു സൈലന്റ് ഫയറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു സൈലന്റ് ഫയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള സൈലന്റ് ഫയർ? നമുക്കൊരു സ്റ്റോറിയിലൂടെ പോവാം. ആദ്യം തന്നെ ഞാൻ വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഒരു തോട്ടത്തില് 2 മാവുണ്ടായിരുന്നു. ആ 2 മാവില് ഒരു മാവ് ആ തോട്ടത്തിന്റെ നടുക്കും മറ്റേ മാവ് കുറച്ച് വിട്ടിട്ട് അതിന്റെ ഒരു ബൗണ്ടറിയുടെ അടുത്തായിരുന്നു. അപ്പോൾ ഈ 2 മാവും നല്ല രീതിയിൽ തന്നെ ചില്ലകളൊക്കെ ഉള്ള മാവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാവില് കുറെ കായ്കൾ ഉണ്ടായി. അതായത് സെൻട്രലുള്ള മാവിൽ, ആ തോട്ടത്തിന്റെ നടുക്കുള്ള മാവില് വളരെ നിറയെ മാമ്പഴം ഉണ്ടായിരുന്നു. കുറെ മാങ്ങ ഉണ്ടായി, അതുപോലെ തന്നെ കുറെ മാമ്പഴം ഉണ്ടായി. എന്നാൽ അതേസമയം തോട്ടത്തിന്റെ അരികിലുള്ള, അതായത് ബൗണ്ടറിയുടെ അടുത്തുള്ള മാവിന് അത്രത്തോളം മാമ്പഴം ഇല്ലായിരുന്നു. അപ്പോഴിത് കണ്ടിട്ട് അന്നിപ്പോ എല്ലാവരും വരും, അതുപോലെ തന്നെ മാമ്പഴമുള്ള മാവിന്റെ അടുത്ത് വന്ന് എല്ലാവരും അതിനെ നോക്കി, എത്ര മാമ്പഴമാണ്, എന്തൊരു ഭംഗിയാണ് കാണാന്. അതിന്റെ ചില്ലകൾ ചില്ലുകളുടെ താഴെ വന്നിരുന്ന് അവര് അവിടെ ആ തണലൊക്കെ ആസ്വദിച്ച്, അതുപോലെ തന്നെ അതിനെ കുറെ പുകഴ്ത്തി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ മറ്റേ ബൗണ്ടറിയുടെ അടുത്തുള്ള മാവ് കേൾക്കും. അത് കേൾക്കുമ്പോൾ അതിന് ഭയങ്കര സങ്കടാവും. എന്താണ് എല്ലാവരും അതിനെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? എനിക്കും ഞാനും അതുപോലെ തന്നെ ഒരു മാവല്ലേ, എനിക്കെന്താ അങ്ങനെ ആരും എന്നെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാത്തത്? എന്താണിത് ഇങ്ങനാന്ന് പറഞ്ഞ് അങ്ങനെ അത് ചിന്തിച്ച് പലപ്പോഴും ഈ തോട്ടത്തിന്റെ ബൗണ്ടറിയുടെ അരികിലുള്ള മാവ് പലപ്പോഴും അവളുടെ ആ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ ആളുകൾ അവളെ പുകഴ്ത്തുന്നത് കണ്ടിട്ട്, മറ്റേ മാവിനെ പുകഴ്ത്തുന്നത് കണ്ടിട്ട് ഈ മാവിന് പലപ്പോഴും അതിന്റെ സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോവുകയും, അതോടൊപ്പം തന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ അതിന് വെള്ളം വലിച്ചെടുക്കണം, അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ് മറന്നുപോയി. പിന്നീട് ഈ ബൗണ്ടറിയുടെ അരികിലുള്ള മാവ് ഉണങ്ങിപ്പോവുകയാണ്. അതിന്റെ ചില്ലകളില് ഇലകൾക്ക് ഉണക്കം വന്ന് അങ്ങനെ അതിന്റെ ആ ഗ്രോത്ത് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്നാൽ അതേ സമയത്ത് ആ സെൻട്രലുള്ള നല്ല മാമ്പഴമുള്ള മാവ് അത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ആ തോട്ടത്തിൽ നിലനിന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ അതൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം മറ്റേ മാവിന് സ്വന്തം വളർച്ച പോലും മറന്നു പോയത്?
അതായത് ബൗണ്ടറിക്ക് അടുത്തുള്ള മാവ് പലപ്പോഴും അതിന്റെ വളർച്ചയെ മറന്നുപോയി, അല്ലെ അതിനു വേണ്ട വെള്ളവും വളവും വലിച്ചെടുക്കാൻ മറന്നുപോയി. മറ്റേ മാവിന്റെ വളർച്ചയും അതേപോലെ തന്നെ മറ്റേ മാവിനെ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് കണ്ട് അത് നോക്കി നിന്ന് തന്റെ സ്വന്തം വളർച്ചയെ മറന്നു പോകുന്നതായിട്ടാണ് ആർക്ക് വരുന്നത്, അവസ്ഥ ഉണ്ടാവുന്നത്, ഈ ബൗണ്ടറിക്ക് അടുത്തുള്ള മാവിനുണ്ടാവുന്നത്. അവിടെ ശരിക്കും ഇവിടെ എന്താണ് ആ മാവിന് സംഭവിച്ചത്? അതുകൊണ്ട് അതായത് അതിന്റെ ഉള്ളിൽ തന്നെ എന്താണ് വളരെ വലിയൊരു മറ്റുള്ള ഒരാളുടെ വളർച്ചയിൽ, അല്ലെ മറ്റുള്ള ആ മാവിന്റെ വളർച്ചയിൽ വളരെയധികം എന്താണ് വേദന തോന്നുകയും അപ്പോൾ സ്വയം മറന്നു പോവുകയും ചെയ്യാണ്. ഇവിടെ ഈ ഒരു പ്രോസസ്സിന് ആദ്യം തന്നെ വന്നത് എന്താണ്? ഈ ഒരു സംഭവം വരാനുള്ള ആദ്യ കാരണം എന്ന് പറഞ്ഞാൽ ബൗണ്ടറിക്ക് അടുത്തുള്ള മാവ് മറ്റേ മാവിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയതാണ്. അതായത് എന്നെ പുകഴ്ത്തുന്നില്ല, മറ്റേ മാവിനെ പുകഴ്ത്തുന്നു. ആ കമ്പാരിസണിൽ നിന്ന് എന്തിലേക്ക് പോവാണ്? ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് പോയിക്കൊണ്ട് അവസാനം അതിന്റെ ഉള്ളില് നമ്മൾ ഏറ്റവും പറയുന്ന അസൂയ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ആണ് ബൗണ്ടറിക്ക് അടുത്തുള്ള മാവിനുണ്ടാവുന്നത്. ആ ഒരു അസൂയയിൽ നിന്നാണ് അതിന്റെ വളർച്ചയ്ക്ക് ദോഷകരമായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ ആ വളർച്ച, ആ ഗ്രോത്തിനെ തടയുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ്? അസൂയയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക്കും എന്ത് തന്നെയാണ്? ഈ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ഒരു തീയായിട്ടാണ് ഞാൻ അസൂയയെ കാണുന്നത്. ഈ അസൂയ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് പലപ്പോഴും മറ്റുള്ള എല്ലാവരെയും സംബന്ധിച്ച് അത് അവനവന്റെ ഗ്രോത്തിനെ, അല്ലെ അവനവന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഫയർ പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള, അതായത് ആ ഒരു തീ നമ്മളെ തന്നെയാണ് കരിച്ചു കളയുന്നത്, അല്ലെ നശിപ്പിച്ച് ചാരമാക്കി കളയുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ ഈ അസൂയ ഇല്ലാത്ത ആളുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. കേട്ടിട്ടില്ലേ? കഷണ്ടിക്ക് ഇന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും കഷണ്ടിക്ക് എന്തുണ്ട്, മരുന്ന് ഉണ്ടല്ലേ? അതായത് പല വെക്കുകയും പിന്നെ മുടി വെക്കാറൊക്കെ ഉണ്ട്, അല്ലെ? പക്ഷെ അസൂയക്ക് ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ അസൂയ വരാനുള്ള, അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസൂയ എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും അത് നമ്മൾ തന്നെ സ്വയം കുടിക്കുന്ന ഒരു വിഷത്തിനോട് നമുക്ക് അതിനെ ഉപമിക്കാം. കാരണം നമ്മൾ തന്നെ സ്വയം കുടിക്കുന്ന ഒരു വിഷമായിട്ട് നമുക്ക് അസൂയ കാണാം. അത് ശരിക്കും കൊലപ്പെടുത്തുന്നത് മറ്റുള്ള ആളുകളെ അല്ല, അല്ലെ നമുക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അയാൾക്ക് യാതൊരു മോശവും ഉണ്ടാകുന്നില്ല. അതേസമയം അത് നമ്മളെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ശരിക്കും മറ്റൊരാളിലെ മറ്റൊരാളുടെ വിളക്കിലെ വെളിച്ചം കെടുത്തിക്കൊണ്ട്, അല്ലെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാല് നമ്മുടെ ചുറ്റിലും ഇരുട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതായത് ഈ അസൂയ എന്നുള്ള ഫീലിങ്സിൽ നിന്ന്, അല്ലെ എങ്ങനെയാണ് നമുക്ക് അസൂയ ഉണ്ടാവുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു സോഷ്യൽ കമ്പാരിസണിൽ നിന്നാണ് അസൂയ ഉണ്ടാവുന്നത്. ഈ അസൂയ എന്നുള്ളത് എവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും? നമ്മൾ ഫാമിലി എടുത്തു നോക്കിയാല് പലപ്പോഴും പാരൻസ് തന്നെ ഫാമിലിയിൽ ഈ ഒരു ചെറിയൊരു നമ്മൾ പറഞ്ഞ അസൂയ എന്നുള്ള ഫീലിങ്സ് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2 or 3 കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പരസ്പരം മാർക്കിന്റെ കേസിലൊക്കെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. നിന്റെ ചേച്ചിക്ക് മാർക്ക് ഉണ്ടല്ലോ, അല്ലെ നിന്റെ ഏട്ടന് നല്ല മാർക്ക് ഉണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി? അങ്ങനെ നിരന്തരമുള്ള ചോദ്യങ്ങളിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യും? സ്വയം കമ്പയർ ചെയ്യാൻ കഴിയും. അതെന്താ അവന് മാർക്ക് കിട്ടുന്നത്, അല്ലെ ഏട്ടൻ എന്താ മാർക്ക് കിട്ടുന്നത്? അങ്ങനെ കുറെ കമ്പാരിസൺസിൽ നിന്ന്, ഈ സോഷ്യൽ കമ്പാരിസൺസിൽ നിന്നാണ് ശരിക്ക് എന്ത് ഉണ്ടാവുന്നത്? ഈ ജലസി എന്ന് പറയുന്ന ടേം ഉടലെടുക്കുന്നത്. അപ്പൊ അത് നമ്മളെ ഫാമിലിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പുറത്ത് നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളിൽ ചിലപ്പോൾ നമ്മളെക്കാൾ ഏറെ എന്തെങ്കിലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം.
ഈ ഫീലിങ്സ് ഇല്ലാത്തൊരു എന്താണ് കുറവ് തന്നെയാണ്. പക്ഷെ അതേ സമയം നമ്മളിൽ ഉള്ളിലൊക്കെ അങ്ങനെ ഉണ്ടാവാം. അപ്പൊ ഈ സൈക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സോഷ്യൽ കമ്പാരിസൺ എന്നുള്ള പ്രോസസ്സിൽ നിന്നാണ് ഈ അസൂയ ഉടലെടുക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മേക്കാൾ മികച്ചത് മറ്റൊരാൾക്ക് ഉണ്ടെന്നുള്ള ആ ഒരു തോന്നലിൽ നിന്ന്, അല്ലെ നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ, അല്ലെ നമ്മൾ അർഹിക്കുന്നത് മറ്റൊരാൾക്ക് ലഭിക്കുമ്പോഴുണ്ടാവുന്ന, അല്ലെ മറ്റൊരാൾ അത് സ്വന്തമാക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു തോന്നലിൽ നിന്നാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ഉള്ളിൽ ജലസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട്. ഈ അസൂയ വരാനുള്ള കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഇൻസെക്യൂരിറ്റി തന്നെയാണ്. അതായത് നമ്മുടെ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലോ ഒരു വിശ്വാസം ഇല്ലാത്തതാണ് അസൂയയുടെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതായത് ഐ ആം നോട്ട് ഇനഫ്, ഞാൻ യഥാർത്ഥത്തിൽ മതിയായവനല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്, അല്ലെ ആ ഒരു ചിന്ത മറ്റുള്ളവരുടെ വിജയത്തെ നമ്മൾ വളരെ ഭയത്തോടു കൂടി കാണുകയാണ്. അപ്പൊ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവാം? അസൂയ ഉണ്ടാവാം. രണ്ടാമത്തത് കമ്പാരിസൺ ട്രാപ്പാണ്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ കമ്പാരിസണായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിംബിൾ അക്കാഡമിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, മോർണിംഗ് ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതിൽ കമ്പാരിസൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. അതായത് നമ്മൾ തന്നെ ശരിക്കും കമ്പയർ ചെയ്യാം. നമ്മുടെ സ്വന്തം ലൈഫിനെ മറ്റൊരാളുടെ ലൈഫുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ രണ്ടാമത്തെ കമ്പാരിസൺ വരുമ്പോഴും നമുക്ക് എന്തിലേക്ക് പോവാം? അത് അസൂയയിലേക്ക് മാറാം. മൂന്നാമത്തത് ഫിയർ ഓഫ് ലോ. കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ല. മ്യൂട്ട് ആയിട്ടുണ്ട്. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ഹലോ, മ്യൂട്ടാണ്. മ്യൂട്ട്. ഇപ്പൊ ശരിയായി. ഇപ്പം ശരിയല്ലേ? എന്തോ ഒരു നെറ്റിന്റെ ഇഷ്യൂ വന്നതായിട്ട് പെട്ടെന്ന്. ഓക്കെ, സോറി. അപ്പോഴേ മൂന്നാമത്തത് നമ്മൾ ഫിയർ ഓഫ് ലോസ് ആണ്. അതായത് തനിക്ക് അവകാശപ്പെട്ട സ്നേഹമോ അല്ലെ എന്തെങ്കിലും പൊസിഷനോ മറ്റൊരാൾ കൊണ്ടുപോകുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടാവുക. അത് ശരിക്ക് അസൂയയെ ജ്വലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ അസൂയയുടെ പ്രധാന 3 കാരണങ്ങൾ ഇതൊക്കെയാണ്. അതോടൊപ്പം അസൂയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ സൈക്കോളജിക്കൽ സയൻസ് ഉണ്ട്. നമുക്ക് അതായത് സൈൻ മീൻസ് ലക്ഷണങ്ങളിൽ അതെങ്ങനെയൊക്കെ നമുക്ക് അസൂയ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. അതിൽ ഒന്നാമത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പ്രധാനമായിട്ട് നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അസൂയ ഉള്ള ആളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറയും അവരിപ്പോ ഒരാൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആൻസർ സാറ് ഡോക്ടറേറ്റ് നേടിയപ്പോ ഞാൻ പറയാണ് അതെന്താണ്, അത് ചിലപ്പോ സാറിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, അല്ലാതെ എന്തല്ല, കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അത് ഭാഗ്യം കൊണ്ടാണ്. പക്ഷെ എനിക്ക് ആ ഭാഗ്യമില്ല എന്നിട്ട് നമ്മൾ സ്വയം പറയാണ്. അത് എന്നാലോ എനിക്കതൊരു അപ്പൊ അത് ഏറ്റവും പ്രധാന ലക്ഷണമാണ് ജലസിന്. ആരെങ്കിലും എന്തെങ്കിലും നേടുമ്പോൾ നമ്മൾ പറയാം അയാൾക്ക് അത് ഉള്ളത് കൊണ്ടാണ്, അത് എനിക്ക് അതില്ലാതെ ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്. രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു പ്രധാന കാരണം മറ്റൊരാളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക. അതായത് നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ കഴിവ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില എന്താണ് മറ്റൊരാളുടെ ഹാർഡ് വർക്ക് കാണുമ്പോൾ, ഇപ്പൊ ഒരാൾ PSC ജോലി കിട്ടിയ നമ്മൾ പറയാണ്, ഗവൺമെന്റ് സർവീസ് കയറുമ്പോൾ പറയാണ് ആ PSC എക്സാം വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് റിസർവേഷൻ കാറ്റഗറിയിൽ ആയതുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് അവന് ആ സാഹചര്യം ഒക്കെ ഉണ്ട്, അവന്റെ വീട്ടിൽ അല്ലെ അവനെ പഠിപ്പിക്കാൻ അവന്റെ പാരന്റ്സിന് സാധിച്ചു, അല്ലെങ്കിൽ അവൾക്ക് എന്താണ് അവളുടെ ഹസ്ബൻഡ് അത്ര സപ്പോർട്ട് ചെയ്ത് കുറെ ടൈം വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവൾ വെറുതെ എന്താണ് പഠനത്തിലേക്ക് പോയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു സക്സസിനെ നമ്മൾ
ഏറ്റവും വലിയൊരു ഹാർഡ് വർക്കിന് ഒരു വിലയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുക, അതൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ സ്ട്രെസ് ആണ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടാവുന്ന ഒരു പിരിമുറുക്കം എന്ന് പറയാം. അതായത് മറ്റുള്ളവരുടെ സന്തോഷമായിട്ടുള്ള ന്യൂസ് അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ മനസ്സിൽ നിന്ന് മൈൻഡിന് തന്നെ ആദ്യം തന്നെ എന്തുണ്ടാവും, ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. അവരുടെ ഹാപ്പി ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ, ഒരാളിപ്പോ ഒരു വീട് വെച്ച് അല്ലെ കാറ് വാങ്ങി, വലിയൊരു കാറ് വാങ്ങി, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അല്ലെ വേറെ എന്തെങ്കിലും ഒരു സക്സസ് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക, ഒരു അസ്വസ്ഥത ഉണ്ടാവുക. അയ്യോ അത് അവന് കിട്ടിയല്ലോ, അല്ലെ അത് അവൾക്ക് കിട്ടിയല്ലോ. ഇത്തരത്തിലുള്ള 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ശരിക്ക് ഈ അസൂയക്ക് കാണുന്നത്. അപ്പൊ ഈ അസൂയയെ ഞാൻ തീയായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്വയം നമ്മളെ നശിപ്പിക്കുന്നതാണ് അല്ലെ. നേരത്തെ പറഞ്ഞു, നമ്മളെ സ്വയം ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീലിങ്സ് ആണ് ജലസി എന്ന് പറയുന്നത്. അപ്പൊ ഈ അസൂയയെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം. നമ്മൾ ഈ അസൂയ, ഒന്നാമത് നമ്മൾ ഈ ഫീൽഡിലുള്ള ആളുകൾ, നമ്മൾ നല്ല എല്ലാവരും തന്നെ ഈ അസൂയ കൂടും തോറും അത് അവരുടെ ഗ്രോത്തിനാണ്, അവർ സ്വയം വളരാനുള്ള ആ ഒരു സാധ്യത തന്നെയാണ് ഇല്ലാതാക്കി കളയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ മറ്റുള്ളവരുടെ ഒരു വിജയത്തെ ഇങ്ങനെ നോക്കി കാണുക എന്നല്ലാതെ അവരെപ്പോഴും അവർക്ക് സ്വയം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയോ അവിടെ ഗ്രോത്ത് ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അസൂയയെ നമ്മൾ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ നമ്മൾ സെൽഫ് അവയർനെസ് ആണ്. നമുക്ക് ഒരുപാട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം ഓരോരുത്തരിലും. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക, സെൽഫ് അവയർനെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫീലിങ്സ്, ജലസി എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവും. ആ ഫീലിങ്സിനെ നമ്മൾ എന്താക്കുക, എനിക്കിപ്പോ ഒരാളോട് അങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കണം എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ എന്ത് ചെയ്യണോ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസൂയ തോന്നുന്നുണ്ട് എന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഒരു അത് സ്വയം സമ്മതിച്ചുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കണം, ഇത് എല്ലാ മനുഷ്യനുമുള്ള ഒരു ഫീലിങ്സ് ആണ്, അത് ഞാൻ മാറ്റണം. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ അഡ്വാൻറ്റേജ് അല്ലെ എനിക്കുള്ള പ്ലസ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കി. അപ്പൊ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമുക്കുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അപ്പൊ സെൽഫ് അവയർനെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അസൂയ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവും എന്നുള്ളത്, അതെല്ലാ ഹ്യൂമൻ ബീങ്സ് അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെ ഒരു ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ അതും അംഗീകരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫ് അവയർനെസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു ജലസി എന്നുള്ള ഫീലിങ്സിനെ കുറയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജലസിയെ നമുക്കൊരു മോട്ടിവേഷൻ ഫാക്ടറാക്കി എടുക്കാം. അതെങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ ഫാക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പ്രചോദനമാക്കാം. അതായത് മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നമ്മൾ ഈ അസൂയപ്പെടുന്നതിന് പകരം അല്ലെ, ജലസി തോന്നുന്നതിന് പകരം അയാൾ എങ്ങനെ ഈ സക്സസിലേക്ക് എത്തി, അവരോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക. അവരതെങ്ങനെ നേടിയെടുത്തു, അതിനേതൊക്കെ മാർഗങ്ങളുണ്ട്, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് അത് നമ്മൾ നല്ല കാര്യമാണെങ്കിൽ നമ്മളും അത് ഫോളോ ചെയ്യാം. മറ്റൊരാളുടെ സക്സസ് കണ്ടിട്ട് ആ സക്സസിലേക്ക് നമുക്കും ആ സക്സസ് വേണമെങ്കിൽ അയാൾ അതിനിപ്പോ ഒരു എക്സാം ആയിക്കോട്ടെ അല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അത് അയാൾ എങ്ങനെ നേടിയെടുത്തു, അപ്പൊ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി നമ്മളും അതിനു വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമുക്ക് അയാളോടൊരു വെറുപ്പുണ്ടാക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് അതൊരു പാഠമാക്കാൻ, ഒരു ലേണിംഗ് ലെസൺസ് ആക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മൾ അസൂയ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ടെക്നിക്സ് ആണ്, എല്ലാവരും പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത് അല്ലെ. യെസ്, താങ്ക് യു സുസൻ മാം. സുസൻ മാം മ്യൂട്ടിലാണ് കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നമ്മുടെ പക്കൽ അല്ലെ, നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്,
നന്മകളുണ്ട്. ആ നന്മകളെ കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം നമുക്ക് എന്താണ് ദൈവം നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലെ. അപ്പൊ മറ്റൊരാൾക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്കുണ്ടാവാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവാം. ആ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് നന്ദിയുള്ളവരാകുക. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഡെയിലി നമ്മൾ നമ്മുടെ എന്താ 3 കാര്യങ്ങൾ അല്ലെ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ ഡെയിലി അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് മറ്റുള്ളവരോടുള്ള ഇത്തരത്തിലുള്ള ജലസി പോലുള്ള ഫീലിങ്സ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ കുറിച്ചൊരു എന്താണ് ഒരു അപ്രീസിയേഷൻ അല്ലെ നമുക്ക് നമ്മളെ കുറിച്ചൊരു എന്താണ് മതിപ്പ്, സെൽഫ് അവയർനെസ്സിനോടൊപ്പം തന്നെ ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലസി എന്നുള്ള ഫീലിങ്സ് വന്നു കഴിഞ്ഞാല് ശരിക്കും അതൊരു ജയില് പോലെയാണ്. എന്തുകൊണ്ടാ അതിനൊരു ജയിലിനോട് നമ്മൾ ഉപമിക്കുന്നതെന്ന് പറഞ്ഞാല് അവിടെ ഈ ഒരു ജലസി എന്നുള്ള ഫീലിങ്സ് വന്നാൽ ഈ ജയിലിനോട് ഉപമിക്കാനുള്ള പ്രധാന കാരണം അവിടെ നമ്മൾ തന്നെ എന്താവാണ് ഒരു തടവുകാരനും നമ്മൾ തന്നെ കാവൽക്കാരനുമാകുകയാണ് ചെയ്യുന്നത്. ആ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവിലൂടെ മാത്രമേ നമുക്ക് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു ജലസി എന്നുള്ള ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു തടവുകാരനെ പോലെ ആക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള പർപ്പസുകൾ ഉണ്ട് അല്ലെ. ഒന്നും ആരല്ല മോശക്കാരനല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കാണ്. ഞാൻ പലപ്പോഴും ഈ അതായത് പാരന്റിങ്ങോ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും കാണുമ്പോൾ ഈ ജലസി പോലുള്ള ഫീലിങ്സ് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അത് അവരുടെ പഠനത്തെ പോലും വളരെയധികം ബാധിക്കാറുണ്ട്. പലപ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചാണ്. ഹൊവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. എല്ലാവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, അതുപോലെ സ്കില്ലുണ്ട്. അവിടെ ഏതാണോ ഓരോരുത്തർക്കുള്ള സ്കില്ലെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക അല്ലെ, അതിനെ നമ്മൾ ഉഷാറാക്കി എടുക്കുക. അത് പാരന്റ്സും ബോധവാന്മാരാണ്. ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് പാരന്റ്സിൽ നിന്നാണ്. ഒരു കുട്ടി കാരണം അതാ നീ കണ്ടില്ലേ അയാൾ ചെയ്യും അല്ലെ, മോൻ ചെയ്യുന്നത് കണ്ടില്ലേ, നിനക്കൊരു ടോയ്സ് വാങ്ങിക്ക തന്നാൽ നീ അത് നശിപ്പിക്കുകയുള്ളൂ, എന്നാൽ ഏട്ടൻ കണ്ടില്ല അത് നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കുന്നു എന്ന്. പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തായിരിക്കും അതിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയാനുള്ളതായിരിക്കും. ആ ടോയ്സ് ഓപ്പൺ ചെയ്ത് നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കും ആ കുട്ടീൻ്റെ ഉള്ളിലുള്ളത് അല്ലെ. അതെന്താണ് ആ പ്രോസസ്സ് അല്ലെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടെന്നുള്ളത് പാരന്റ്സും മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സും. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും മറ്റൊരാളുടെ സക്സസ് കാണുമ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും, അത് അവൻ ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അവൻ ആ സക്സസ് ആയത്, അല്ലാതെ ഞാൻ അതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജലസി തോന്നേണ്ട ആവശ്യമില്ല. ഈ കമ്പാരിസൺസിൽ നിന്ന് ഇൻസെക്യൂരിറ്റിയിലേക്ക് പോവുക ചെയ്യുക. എന്നേക്കാളേറെ എൻ്റെ ഏട്ടനെ അല്ലെ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് അമ്മയും അച്ഛനും. അവരുടെ കമ്പാരിസൺ മൂലം കുട്ടിക്ക് തോന്നുകയാണ്. അതിൽ നിന്ന് ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് തോന്നിയിട്ട് കുട്ടി ആകെ എന്തിലേക്ക് പോവാണ്, ഈ ജലസിയിലേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചെറിയ ഫാമിലിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയാൽ കഴിയും. ഓരോ റിലേഷൻഷിപ്പ് പോലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിലുള്ള ഓരോ ട്രൂത്ത് ആയിട്ടുള്ള അല്ലെ ഓരോ സത്യസന്ധമായിട്ടുള്ള പല എക്സാമ്പിളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു റോസാപ്പൂവും ഒരു സൺഫ്ലവറും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള യുണീക്നെസ് അല്ലേ ഉള്ളത് അല്ലെ, അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട് അല്ലെ. റോസ് ഫ്ലവറിന് അല്ലെ പനിനീർ പൂവിന് അതിൻ്റെതായിട്ടുള്ള മനോഹരമായ സുഗന്ധവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവറിനും ഉണ്ട് അല്ലെ. ആ സൺഫ്ലവർ എനിക്ക്
ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇതുപോലെ തന്നെയാണ് നമുക്കും നമ്മുടേതായിട്ടുള്ള എന്താണ് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള സ്കില്ലുകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജലസി എന്നുള്ള ഫീലിങ്സിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും സമാധാനം നമുക്ക് തന്നെയാണ്. നമ്മുടെ മൈൻഡിന് അതെന്താണ് വളരെ നല്ലൊരു സമാധാനം നൽകുന്നതാണ്. ഈ തീ എന്ന് പറയുന്ന ഉള്ളിലുള്ള തീയോട് നമ്മൾ പറഞ്ഞതിനുള്ള കാരണം, ഈ തീ നമ്മൾ മാക്സിമം എല്ലാവരും തന്നെ കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് എന്താണ് നല്ല നല്ല സക്സസ് വരുമ്പോൾ നമ്മൾ അവരെ മനസ്സ് തുറന്ന് അപ്രീസിയേഷൻ കൊടുക്കുക, അല്ലെ? ബിഗ് ക്ലാപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കുക. ഇവിടെ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ആ ഒരു എന്താണ് നമ്മുടെ മനോഭാവം ആ രീതിയിലേക്ക് നമ്മൾ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ ജലസി എന്നുള്ള ഫീലിങ്സിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടല്ല, എന്നാലും നമ്മൾ ആ ഒരു ഫീലിങ്സിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു എബിലിറ്റി അല്ലെ ഒരു സ്കില്ല് നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ലൈഫിന്റെ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. ഇതുമായിട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഡിസ്കഷനിലേക്ക് പോവാം. ഇന്നത്തെ എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ജലസിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ലൈക്ക് യു മെൻഷൻ, യെസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മളിലേക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കാനായിട്ട് ഉള്ള ഒരു ടോക്കായിരുന്നു. ആസ് വി ഡിസ്കസ്ഡ് ഹിയർ, ഇവിടെ നമ്മൾ ഇൻസെക്യൂരിറ്റിയെ പറഞ്ഞു, കമ്പാരിസൺ ട്രാപ്പ്, ഫിയർ ഓഫ് ലോസ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ആവുന്നത് കമ്പാരിസൺ ട്രാപ്പ് തന്നെയാണ്. ഇവിടെ നോക്കിയാലും കുടുംബത്തിൽ തൊട്ടേ ഇങ്ങോട്ട് ഉള്ളതല്ലേ. അങ്ങനെ നോർമലായിട്ട് അതങ്ങ് സംഭവിച്ചു പോവാണ്. എപ്പോഴും നമ്മളിപ്പോ സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ടീച്ചേഴ്സ് എന്താ പറയുന്നത്, നീ നിന്റെ ബ്രദറിനെ പോലെ അല്ല, ചേട്ടനെ പോലെ. ടീച്ചേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോഴും അത് പറയും. ഓ അത് അവന് മിടുക്കനായിരുന്നു, ഇതങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ ഈ കുട്ടി നല്ല മിടുക്കനാണ്, മറ്റേ ബ്രദറിനെ പോലെ അല്ല, സിസ്റ്ററിനെ പോലെ അല്ല. പിന്നെ വീടുകളിലും ഇഷ്ടം പോലെ ഓരോ കാര്യത്തിനും നമ്മൾ അറിയാതെ തന്നെ പേരൻസ് അങ്ങനെ ഒരു ചിന്തിക്കാതെ തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. സോ കമ്പാരിസൺ ട്രാപ്പ് ഐ തിങ്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. യെസ്, അതാ. അപ്പം പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി അവയർനെസ്, ഏറ്റവും ഇമ്പോർട്ടന്റ്, വെരി ട്രൂ. നമുക്ക് തന്നെ എങ്ങനെയാണെന്നുള്ള എങ്ങനെയാണ് നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുന്നത്, നമ്മുടെ സ്ട്രെങ്സ് ഒക്കെ മനസ്സിലാക്കി അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ബോധപൂർവം നമ്മൾ മറ്റേ ആളിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം, ചിലപ്പോൾ ഇച്ചിരി മടിയായിരിക്കാം ഈ ഒരു ആളിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ, പക്ഷെ ബോധപൂർവം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് us ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. ആ ഒരു ആളിനെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അവരുടെ നന്മയെ കാണാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഇത് യു ടോക്ട് അബൌട്ട് ദ ജയിൽ. എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഫീലിംഗ് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വരുന്നത്, ഇറ്റ്സ് ലൈക്ക് ആൻ ആസിഡ്. ആക്ച്വലി ആസിഡ് നമ്മളെ ഇങ്ങനെ, ജലസി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, കാരണം ആസിഡ് എങ്ങനെയാണ് നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയുമല്ലേ, സ്ലോലി അത് അവിടെ ഇരുന്നിരുന്ന് അങ്ങ് നമ്മളെ ഇല്ലാതാക്കും. അല്ല, അത്രയ്ക്കങ്ങ് ഒരു ശക്തിയുള്ള ഒരു കാര്യമാണ്. സോ ആസിഡ് പോലെ നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജലസി. So it's good to be aware of it and to get out of it and start appreciating ourselves, our strengths, as well as genuinely appreciate others as well, and their abilities and strengths. So very good topic, a good food for thought. Thank you. Thank you very much.
ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അൻസർ സാർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞാന് സൈലന്റ് ഫയർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളില് നമ്മൾ കത്തിച്ചുകൊണ്ട് വരേണ്ട ഒരു ഇങ്ങനെ അണഞ്ഞണഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ നമ്മുടെ എനർജി ഫയറിനെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ക്ലാസ് പറയാനിരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഫയറിനെ ജലസിനോടാണ് ഉപമിച്ചതെന്ന് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിവേ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാവരുടെ ഉള്ളിലും അപ്പൊ അങ്ങനെ ഒരു ഫയർ ഉണ്ട്, അതിനെ നമ്മൾ ഉണർത്തണ്ട എന്നാണ് മാം പറഞ്ഞത്. ശരിക്കില്ലേ? ആ ഫയറിനെ അണച്ചുകൊണ്ട് വരണം. ആ നല്ലൊരു തോന്നലുകൾ അടിപൊളി ഉണ്ടാവും. സെഷൻ ആയിരുന്നു. അതെ അതെ. ഇപ്പൊ നമ്മുടെ മലയാളികളെ ശരിക്കും പറഞ്ഞാലേ ഏറ്റവും വലിയ പിശുക്ക് എന്ന് പറയുന്നത് തന്നെ അപ്രിസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നല്ലതില് ഈ അസൂയപ്പെടുക, അതിനെ കുറ്റം പറയുക, അതിന് അപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറെ പഠിക്കാനുണ്ട്. കമ്പാരിസൺ ഒഴിവാക്കി നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ മരം നല്ല ഫലഭൂഷ്ടമായ മാമ്പഴം കൊടുത്ത പോലെ അവരുടെ ആഗ്രഹത്തിലേക്ക് തന്നെ നോക്കി മുന്നോട്ട് പോവുക. നല്ല അടിപൊളി സെഷൻ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് അൻസർ സാർ. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പൂന്തോട്ടത്തിൽ ഒരുപാട് മറ്റൊരു വീട്ടിൽ നല്ല പൂവ് കാണും, പക്ഷെ നമ്മുടെ പൂന്തോട്ടത്തില് പൂവ് കാണുന്നില്ല എന്ന് നമ്മളിങ്ങനെ കരുതി സങ്കടപ്പെടും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് പൂക്കൾ വിരിയിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെ അത് തന്നെ. താങ്ക് യു സീന മാം. നല്ല താങ്ക് യു. സെഷനായിരുന്നു. അസൂയ ജലസി ഉണ്ടാവാനായിട്ടുള്ള കുറെ പോയിന്റ്സുകളൊക്കെ പറഞ്ഞു. സൂസൻ മാം പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് കമ്പാരിസൺ തന്നെയാണ്. കൂടുതല് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാം ഇന്നലെ ലേറ്റ് ആയില്ലേ വീട്ടിലേക്ക് എത്തിയപ്പോ? എന്നാലും ഇന്ന് രാവിലെ ലേറ്റ് ആയി. സുന്ദരിയായി. ഞാൻ എന്താ വിളിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയാലോ എന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ അലാറം വെച്ച് വേഗം എഴുന്നേറ്റിട്ടുണ്ട്. നമ്പിക മാമിന്റെ സെഷൻ ആയിരുന്നു. യാത്രയിലായിരുന്നു. യാത്രയായിരുന്നു. മലപ്പുറത്ത് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതും കൂടെ ഈ ഒരു സന്തോഷം അറിയിക്കാൻ നമ്മളെ ട്രെയിനേഴ്സിന്റെ ആ ഒരു ബാച്ചിൽ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രെയിനിങ് സെഷനുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നന്ദി ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും നമ്മുടെ വിംബിൾ അക്കാഡമിയിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഉണ്ട്. മോർണിംഗ് സർക്കിളുള്ള മോർണിംഗ് സർക്കിൾ നിന്നാണല്ലോ നമ്മളിങ്ങനെ തുടങ്ങി വന്നത്. അതിൻ്റെയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി ഞാൻ അത് ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. വളരാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പൊ ഇനി പുതിയ ഒരു കാര്യത്തിലേക്ക് കൂടി ഫൈസൽ സാറ് കടന്നിട്ടുണ്ടല്ലോ ഇന്നലെ. ഒരു ബിസിനസ് കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഏതായാലും സാറിന്റെ ഓരോരോ ഐഡിയാസും വളരെ സക്സസിലേക്ക് എന്നെ എത്തട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ് ആദ്യം തന്നെ. മാമിന്റെ സ്റ്റാറ്റസുകൾ കാണാറുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഫൈസൽ സാറിനോട് പറഞ്ഞിരുന്നു, സീന മാമിന് ഭയങ്കര ബിസിയാണ്, എപ്പോഴും സ്റ്റാറ്റസിൽ കാണാറുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും. അതും ഈ ജലസിയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഓരോരുത്തർക്ക് അവരുടേതായ സമയമുണ്ട്. അപ്പോഴേ നമ്മളെ സമയത്തുമ്പോൾ നമ്മളും എന്താവും, മുന്നോട്ട് നീങ്ങും. ചിലപ്പോൾ ചില ആളുകൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചില ആളുകൾ പെട്ടെന്ന് വരും. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ദൈവം എല്ലാം നിലനിർത്തി തരട്ടെ. എല്ലാ സന്തോഷങ്ങളും. അതെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, ഹാപ്പിയോടെ സക്സസിലേക്ക് എത്തട്ടെ. കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പ്രവാചക വചനം, തീ യെസ്, അത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു തീ പോലെ കാർന്നു തിന്നുന്നു. അസൂയ മനസ്സിനെ കാർന്നു. അത് വളരെ ഒരു നല്ലൊരു വചനമാണ്. കറക്റ്റ് ആണ് അല്ലേ ശരിക്കും? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ടാവുന്നത് എന്റെ നെറ്റിൽ നിന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാട്ടോ. ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. പറഞ്ഞോളൂ റീന മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം.
നല്ലൊരു സെഷനായിരുന്നു. ഈ മനുഷ്യരായുള്ളവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് ഈ ജലസി എന്ന് പറയുന്ന ഒന്നെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ചിലവർ മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടും. ഇത്രയും പ്രോഗ്രസ് ആയല്ലോ, ഇത്രയും ഡെവലപ്മെന്റ് ആയി വന്ന് അതെങ്ങനെയെന്ന് അവർ അന്വേഷിച്ചിട്ട് അതുപോലെ ആവാൻ ഒരു ശ്രമം നടത്തും. ആ ഒരു ജലസി അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്തായിരിക്കും മാം? എങ്ങനെ എനിക്കും അതേപോലെ ആവണം. എനിക്ക് ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഒരു വ്യക്തി നല്ലൊരു ഉന്നതിയിലെത്തി. അപ്പൊ അത് നോക്കിക്കാണും, എനിക്കും അതേപോലെ തന്നെ ആവണം. അപ്പൊ ആ ജലസിയുടെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്തായിരിക്കാം? അതായത് മറ്റൊരാളുടെ സക്സസ് കാണുമ്പോഴല്ലേ മാം ആ, ഉദ്ദേശിച്ചത്? സക്സസ് ആ കാണുമ്പോ. ആ എനിക്ക് അതുപോലെ ആവണം എന്നുള്ളത് നമ്മുടെ ഒരു മൈൻഡിൽ തോന്നുന്ന ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും. ആ പക്ഷെ ആ അതിങ്ങനെ കൂടുതൽ ആവുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് നമ്മുടെ മൈൻഡിന് ഒരു വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരിക. അതുപോലെ തന്നെ നമ്മളിൽ എന്താവുക, അയാളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അങ്ങനെ അയാളോടൊരു പിന്നെ എന്താ പറയാ ഒരു പക തോന്നുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പിന്നീട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും. നമ്മൾ പിന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ പലപ്പോഴും അവരുടെ സക്സസിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതുപോലെ തന്നെ അവരെ കാണുമ്പോൾ നമ്മൾ അറിയില്ല, അഭിനയിച്ച് പെരുമാറുക എന്നുള്ള ആ ആ രീതിയിലേക്ക് വരും. ഉം. അത് അതിപ്പോ കൂടുതലും ബ്ലഡ് റിലേഷനിൽ ആണ് കാണപ്പെടുന്നതെന്ന് എനിക്ക് യെസ്, തോന്നിയിട്ടുണ്ട്. അതും വളരെ സത്യമാണ് കേട്ടോ. പറയാൻ ഞാൻ വിചാരിച്ചതാണ്. പലപ്പോഴും നമ്മുടെ സ്വന്തം ഫാമിലിയിൽ ഉണ്ടാവുന്ന ആളുകളുടെ വിജയം അത് ഓപ്പൺ ആയിട്ട് ആഘോഷിക്കാൻ പല ആളുകൾക്കും കഴിയുന്നില്ല. പക്ഷെ അതേ സമയത്ത് മറ്റൊരാളുടെ സക്സസ് ഒക്കെ കാണുമ്പോൾ അത് സ്റ്റാറ്റസ് വെക്കുക, അതിന് അവരെ ഫോൺ ചെയ്തിട്ട് അവരെ അപ്രീസിയേഷൻ അറിയിക്കുക, ഇതൊക്കെ നാച്ചുറലി നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അതേസമയം നമ്മുടെ സ്വന്തം ആളുകൾക്ക് ഒരു വിജയം വരുമ്പോൾ നമ്മൾ ചില ഒരു 90% ആളുകൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ മാം പറഞ്ഞതുപോലെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് എന്തൊരു വലിയ വിഡ്ഢിത്തമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടുന്ന് നമ്മൾ അപ്രീസിയേഷൻ പഠിക്കണം. ഒരു അനിയനോ ഏട്ടനോ ചേച്ചിക്കോ വിജയം വരുമ്പോൾ അത് നമ്മുടേതാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അത് കറക്റ്റ് ആണ് മാം. അത് ഏർലി കാണുന്നില്ല. ചൈൽഡ്ഹുഡിൽ തന്നെ ഈ പേരൻസ് ആണ് അതിന്റെ കാരണക്കാര്. കാരണം പാരന്റ്സ് തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സ്, ഈ സുസൻ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മളെക്കാൾ സീനിയർ ആയിട്ടായിരിക്കും നമ്മുടെ ചേച്ചിയോ ഏട്ടനോ ആ സ്കൂളിൽ പഠിച്ചു പോയിട്ടുണ്ടാവുക. അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരേപോലെ അല്ലല്ലോ, ഒരു മക്കളാണെങ്കിൽ വ്യത്യസ്തങ്ങളാണല്ലോ ഉണ്ടാവുക. പക്ഷെ അതേസമയം അവർ പറയും, നീ നിന്റെ ചേച്ചീനെ പോലെയല്ല, നിന്റെ ചേച്ചി ഇത്ര സംസാരിക്കില്ലായിരുന്നു, നിന്റെ ചേച്ചി ഒരു പാവായിരുന്നു, നല്ലതുപോലെ പഠിക്കായിരുന്നു. ഇതിങ്ങനെ കേട്ട് കേട്ട് കുട്ടിക്ക് എന്താവുകയാണ്, ആ ചേച്ചിനോട് ആ കമ്പാരിസൺ നിന്ന് കുട്ടിക്ക് ദേഷ്യം തുടങ്ങാണ്. അത് ജലസിയിലേക്കാണ് പിന്നീട് പോവുക. കറക്റ്റ് ആണ് മാം. ചിലവരുടെ ജലസി അവർക്ക് അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ എങ്ങനെയെങ്കിലും അവർ എക്സ്പ്രസ് ചെയ്തിരിക്കും. ഒരു ദേഷ്യത്തിൽ കൂടിയോ ഒരു വഴക്കിൽ കൂടിയോ അത് എക്സ്പ്രസ് അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലഡ് റിലേഷൻ ആൾക്കാരുണ്ട്. ചിലവരത് ഹൈഡ് ചെയ്ത് അതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കും, ഇങ്ങനെ അവിടെ സേവ് ചെയ്ത് അവിടെ വെച്ചിരിക്കും. നമ്മൾക്കിപ്പോ ഒരു വ്യക്തിയെ, ആ ജലസി ആയിട്ടുള്ള വ്യക്തിയെ കാണുമ്പം നല്ല രീതിയിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ നല്ല പുഞ്ചിരിയോടുകൂടി അവർ സമീപിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരും ഉണ്ട്. അങ്ങനെ രണ്ട് നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് അവര് ഈ ജലസി കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഈ ജലസി വെക്കുമ്പോൾ നമ്മൾ പഴയൊരു കഥ ഉണ്ടായിരുന്നു. ഒരു സ്വർണ്ണക്കൂട്ടില് ഒരു രാജകൊട്ടാരത്തില് ഒരു സ്വർണ്ണക്കൂട്ടിൽ ഒരു തത്ത വളരെയാണ്. അതേസമയം പാറിപ്പറന്ന് നടക്കുന്ന ഒരു തത്തയും. അപ്പോഴേ ഈ സ്വർണ്ണക്കൂട്ടിലുള്ള തത്തേനെ നോക്കി എന്നും പാറിപ്പറന്ന് നടക്കുന്ന തത്ത വിചാരിക്കും, എന്തൊരു സുഖമാണ്, നല്ല സ്വർണ്ണക്കൂട്, രാജാവാണെങ്കിൽ ഫുഡ്, നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭക്ഷണം തേടി പറക്കുക പോലും വേണ്ടല്ലോ, അവന് അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ലഭിക്കുന്നുണ്ടല്ലോ. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഞാൻ എന്നും ഭക്ഷണം തേടി അലഞ്ഞു നടക്കണം എന്നാണ് വിചാരിക്കുന്നത്, പുറത്തുള്ള തത്ത വിചാരിക്കുന്നത്. എന്നാൽ അകത്തുള്ള കൂട്ടിലുള്ള തത്ത വിചാരിക്കുന്നത് എന്താണ്, എന്തൊരു സുഖമാണ് ആ തത്തയ്ക്ക്, സ്വാതന്ത്ര്യത്തോടുകൂടി പറന്ന് നടക്കുന്നത്. പക്ഷെ എൻ്റെ അവസ്ഥയോ, ഇവർ രണ്ടുപേരുടെ പ്രശ്നം എന്താണ്, ഓരോരുത്തർ
ഓരോരുത്തർക്ക് കിട്ടുന്ന ആ ഒരു സുഖം അറിയാതെ രണ്ടാൾ എന്താക്കാണ് മറ്റുള്ളവന്റെ സുഖത്തെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനസ്സിനാകെ എന്തിലേക്ക് പോക്കാണ്, വളരെയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അതുപോലെയാണ് മനുഷ്യരുടെ അവസ്ഥയും. നമുക്ക് നമ്മുടെ എന്താണ് സന്തോഷവും സമാധാനവും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ മറ്റുള്ളവന്റെ സന്തോഷവും സമാധാനവും കണ്ടുകൊണ്ട് നമ്മൾ അവരെ പോലെ ആയില്ലല്ലോ അവരെ പോലെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയാണ് ചെയ്യുന്നത്. അത് താങ്ക് നമ്മൾ യു ലൈഫിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവും. പ്രോബ്ലമാണ്. അത് നമ്മൾ അതിനാണ് ഞാൻ പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കും. ഓക്കെ മാം, കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. പിന്നെ മാം ഗുഡ് മോർണിംഗ്. ഗുഡ് ഞാൻ മോർണിംഗ് ചന്ദ്ര മാം. കുറച്ച് തിരക്കിലായതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. നല്ലൊരു സെഷൻ മാം സെഷൻ ഒരു യൂണീക്ക് ആണ്. മാമിന്റെ വോയിസ്, മാമിന്റെ വേ ഓഫ് പ്രസന്റിങ് ദ ടോപ്പിക്, പിന്നെ ഇത് മാമിന്റെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള വോയിസ്, നല്ല സ്ട്രോങ് വോയിസ് ആണ്. അത് വളരെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ. സോ അത് നമ്മളുടെ അറ്റൻഷനെ സീക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ആസ് ഫാർ ആസ് യുവർ പ്രസന്റേഷൻ നല്ലൊരു ടോപ്പിക്കാണ് ഇത്. ഇപ്പൊ ഓൾറെഡി റീന മാം പറഞ്ഞ മാതിരി നമ്മൾ കാണുന്നുണ്ട്, നമ്മളാണ് ഇതിന്റെ എൽഡേഴ്സ് ആണ് ഈ ഒരു ജലസി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ കമ്പാരിസൺ കമ്പാരിസൺ ചെയ്യുന്ന രീതിയുള്ള നമ്മൾ മാറ്റം വരുത്തുക. അത് അവർക്ക് എന്താ പറയാ, എൻകറേജിങ് ആയിട്ട് ഇന്ന ആളിനെ നോക്കിയിട്ട് ഞാൻ പഠിക്കണം. പക്ഷെ മെജോറിറ്റി നമ്മുടെ ആ വേർഡ് വെച്ചിട്ട് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ടാണ് പോണത്. ജലസി എന്ന് പറയുന്ന വേർഡിലേക്കാണ് നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ പോണത്. ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വളരെ ഡിഫിക്കൾട്ടാണ്. അത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇത് ബിറ്റ്വീൻ സിബ്ലിങ്സ് ആയാലും ശരി, ബിറ്റ്വീൻ പേരൻസ് തമ്മിലും കമ്പാരിസൺ നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛനമ്മയും ഇങ്ങനെയാണ്, ഈ കുട്ടിയുടെ അച്ഛനമ്മ ഇങ്ങനെയാ. സോ കഴിയുന്നതും നമ്മൾ ആ നെഗറ്റീവ് പാർട്ട് ഓഫ് ഇറ്റ് അവോയ്ഡ് ചെയ്തിട്ട് അതിന്റെ പോസിറ്റീവ്സ് എന്താണ് ഒരു ഗ്രോത്തിലേക്ക് അത് നമ്മൾ സ്വയം, ഈ ഫയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫയറുടെ മീനിങ് നമ്മളെ സ്വയം നശിപ്പിക്കുകയാണ് ഈ ഫയർ കാരണം. സാധാരണ ഫയർ പറയുന്ന ടേം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. അത് നമ്മൾക്ക് പോസിറ്റീവിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡ്രൈവ് ആയിരിക്കണമെന്നോ. പക്ഷെ ഈ ജലസി പറയണത് നമ്മളിനെ നശിപ്പിക്കും എന്നുള്ളത് മെസ്സേജാണ് മാം ഇന്ന് തന്നിരിക്കുന്നത്. സോ എല്ലാവരും കുറച്ചുകൂടെ നമ്മൾ ഈ കമ്പാരിസൺ കുറയ്ക്കുക. കുട്ടികളുടെ ബിക്കോസ് ഈ ഫ്യൂച്ചർ ആണല്ലോ, നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചു, നമ്മളാണ് അവരുടെ ഫ്യൂച്ചറിന് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് ഇവിടെ കുറെ പേരൻസ് ഉണ്ട്, കുറെ ടീച്ചേഴ്സ് ഉണ്ട്, കുറെ ട്രെയിനേഴ്സ് ഉണ്ട്. ഇത് നമ്മളുടെ ഓഡിയൻസിന് ഒരു ചേഞ്ചസ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട്, പിന്നെ മാം ഇപ്പോ ട്രെയിനറായിട്ട് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വിംബൽ അക്കാഡമി ത്രൂ കേൾക്കുമ്പോൾ സന്തോഷമാണ്. കൺഗ്രാറ്റുലേഷൻസ് മാം, ബെസ്റ്റ് വിഷസ്. ഹലോ. ഹലോ. ഹലോ, ആ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നുണ്ട്. അബ്ദുൽ റൌഫ് ആ സാർ അവിടെ തിരക്കിലാണോ? തിരക്കിലായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് നമ്മളെ ഈ ടീമിലുള്ള എല്ലാവരോടും പറയണം, ഞങ്ങളുടെ ട്രാൻസ്പെർട്ടി ടോക്കിന്റെ അടുത്ത ഇന്നത്തെ ഒരു സെഷൻ ഉണ്ട്. എല്ലാവരും തന്നെ വരിക, സപ്പോർട്ട് ചെയ്യുക. ആളുകൾ കൂടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അതും കൂടെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷന് എല്ലാവരും അവിടെ പ്രസന്റ് ആയിരിക്കുക. ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാം. താങ്ക് യു മാം. മാം താങ്ക് ഞാൻ യു. മാമിന് സെക്കൻഡ് ചെയ്യാണ്. ഓൾ ദ ഓക്കെ, ബെസ്റ്റ് ട്രാൻസ്പയർ ടീം. ഓക്കെ. താങ്ക് യു സൂസൻ മാം. സൂസൻ മാമിന് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യട്ടോ. എല്ലാ സെഷനിലും ആ ചിരിച്ചൊരു ഫേസോട് കൂടി ഇരിക്കുന്നത്, ഏത് പ്രോഗ്രാമിലാണെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് അത് ശരിക്കും സാധിക്കില്ല. പക്ഷെ എങ്ങനെയാണ് ശരിക്കും വേണ്ടത്, ആ ഒരു കാര്യത്തെ സൂസൻ മാമിനെ റോൾ മോഡൽ ആക്കണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്.
എന്തൊരു താങ്ക് യു ഇതിലാണ് ശരിക്കും. ഡെഡിക്കേറ്റഡ് പേഴ്സൺ ആണ്, ഡെഡിക്കേറ്റഡ് അതെ പേഴ്സൺ അതെ ഞങ്ങളുടെ അതെ. സൂസൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. കൺഗ്രാറ്റുലേഷൻ സൂസൻ മാം. ഓക്കെ, നമുക്ക് താങ്ക് യു, സൂസൻ താങ്ക് യു. മാമിനെ തന്നെ ഫോളോ ചെയ്യണം. ഫോളോ താങ്ക് യു, ചെയ്യണം. ഓക്കെ. താങ്ക് യു, താങ്ക് യു. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ അല്ലേ? അതെ, ഹാപ്പി മോർണിംഗ്. Yes. Yes. മാം നല്ലൊരു ഡാൻസറും കൂടിയാണ്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അത് ശരി. നല്ല ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, നല്ല രസമുണ്ട്. പിള്ളേരുടെ സമ്മർ പ്രോഗ്രാമിന്, സമ്മർ ക്യാമ്പിന്റെ. അതെ. താങ്ക് യു, താങ്ക് യു. നമ്മളൊക്കെ അവരുടെ ഇങ്ങനെ വിചാരിക്കുന്നത് അതാണ്, മാമിനെ പോലെ എല്ലാ കാലവും ഇങ്ങനെ ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ എല്ലാവർക്കും കഴിയണം തന്നെയാണ്. കഴിഞ്ഞ ദിവസം YWCA സമ്മർ ക്യാമ്പിന്റെ, അതാ ഞാൻ ഇന്നലെ ഫോട്ടോ ഇട്ട്. പ്രോഗ്രാം കഴിഞ്ഞ് അവിടുത്തെ മെമ്പേഴ്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് വന്ന് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നത് എന്താ കഴിക്കുന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് എന്തേലും നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുന്നതെന്നാ ചോദിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ചോദിച്ചു എന്ത് ഭക്ഷണമാ കഴിക്കുന്നത്, യു ആർ സോ എനർജറ്റിക് എന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെയാ അത് പറഞ്ഞു വന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത്. പിള്ളേരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നാലല്ലേ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ അതെ, പറ്റത്തുള്ളൂ. അത് അതാണ് ശരി അതിന്റെ തന്നെയാണ്. യെസ്. എന്നാലേ നടക്കുള്ളൂ. സൂസൻ മാമിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് നമുക്ക് അയ്യോടാ. എല്ലാവർക്കും. ഒരു ഡേ സെഷൻ റിയലി യു ആർ an example. Oh, You are an thank you, ma'am. inspiration. Thank you, ma'am. Yes. I'm just really glad that, at least you are able to see there are things that we can adopt, അല്ലേ? Yes, from each one of us, ma'am. ഇതില് അതെ, നമ്മുടെ മൈൻഡ് തീർച്ചയായിട്ടും. സെറ്റ്, ഈച്ച് വൺ ഓഫ് us are unique. അത് Yes. നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ആ മാതിരി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതെ. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഗ്രോത്ത് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു സെയിം ഓൾസോ നമുക്ക് ഉണ്ടായാൽ നന്നായിരിക്കും. ഇന്നടുത്ത ജലസി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഗ്രൂപ്പിന്റെയും ആണ്. അതെ, മാം നേരത്തെ പറഞ്ഞ പോലെ എന്ത് നമ്മൾക്ക് ഈ ആളിൽ നിന്ന് നന്നായിട്ട് ചെയ്യുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവർക്ക് കിട്ടിയല്ലോ അല്ലെ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം what can we learn from that and how can we improve ourselves from that എന്നുള്ളത്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ജലസി എന്നുള്ള ഇതിലേക്ക് പോവാതെ നെഗറ്റീവിന്ന് പോസിറ്റീവായിട്ട് പോകാൻ പറ്റും. താങ്ക് യു. സർക്കിളിന്റെ 1 year ആവാൻ പോണേട്ടാ, സാറ്റർഡേ ആണ്. അതെ. അപ്പൊ ആദ്യം സജന മാമിനെ കൺഗ്രാറ്റുലേഷൻസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. യെസ്. എന്ത് പെട്ടെന്നല്ലേ ഒരു വർഷമായത്. ഒരു വർഷം കൂടെ കഴിഞ്ഞു, പെട്ടെന്ന് പോകുന്നുണ്ട്. അതെ, വർഷത്തിന്റെ പകുതിയാവും ഇപ്പം. ഓക്കെ ദെൻ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം മാം. ഹാവ് എ നൈസ് ഡേ. Have a nice day. Best wishes. Yes. Bye bye. Okay, ma'am. Thank you.